നാളെ മുതൽ 20-ലധികം മോഡൽ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ ഉപഭോക്താക്കൾക്ക് വാട്സാപ്പിലേക്കുള്ള ആക്സസ് നഷ്ടമാകും. ആൻഡ്രോയിഡിന്റെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കിറ്റ്കാറ്റ് വേർഷനിൽ പ്രവർത്തിക്കുന്ന സ്മാർട്ട് ഫോൺ ഡിവൈസുകൾക്കാണ് വാട്സാപ്പ് നഷ്ടമാകുക. സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള വാട്സാപ്പിന്റെ മാതൃകമ്പനിയായ മെറ്റയുടെ അപ്ഡേറ്റുകളുടെ ഭാഗമായാണ് വാട്സാപ്പ് ആക്സസ് നഷ്ടമാകുന്നത്. അജയ് സുധാ ബിജു ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അജയ്, ഹാപ്പി ന്യൂ ഇയർ. ഇപ്പോൾ ഈ നാളെ മുതൽ 20-ലധികം മോഡൽ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ ഉപഭോക്താക്കൾക്ക് വാട്സാപ്പ് നഷ്ടമാകുമെന്ന് പറയുന്നു. സ്വാഭാവികമായും ആളുകൾക്ക് വലിയ സംശയമുണ്ടാകും, ഏത് തരത്തിലുള്ള ഫോണിലാണ് ഇത്തരത്തിലുള്ള വാട്സാപ്പ് നഷ്ടമാവുക, എന്തുകൊണ്ടാണ് ഇങ്ങനെ വാട്സാപ്പ് നഷ്ടമാകുന്നതെന്നൊക്കെ. എന്താണ് ഇതിനൊക്കെ ഉത്തരം അജയ്? ഭവ്യ, ഹാപ്പി ന്യൂ ഇയർ. എല്ലാതരം ഉപഭോക്താക്കൾക്കും ഈ പുതിയ തീരുമാനം കാരണം ഭയപ്പെടേണ്ടതില്ല. ഈ ആൻഡ്രോയിഡ് 4.4 അതുപോലെ ആൻഡ്രോയിഡ് കിറ്റ്കാറ്റ് തുടങ്ങിയിട്ടുള്ള ഉപഭോക്താക്കൾക്കാണ് ഈ കാര്യത്തിൽ നിലവിൽ ഭയപ്പെടാനുള്ളത്. ഇതിൽ വാട്സപ്പ് ഇതിന് മുൻപ് തന്നെ, മാസങ്ങൾക്ക് മുൻപ് തന്നെ നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു. ഇത് ഉൾപ്പെടെയുള്ള ഫോണുകൾ ഉപയോഗിക്കുന്നവർ വാട്സപ്പിലെ വിവരങ്ങൾ നേരത്തെ തന്നെ ബാക്കപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്ന നിർദ്ദേശം കൊടുത്തിരുന്നു. അപ്പോൾ ഇത്തരം ഉപഭോക്താക്കൾക്ക് ആൻഡ്രോയിഡ് 4.4 അതുപോലെ കിറ്റ്കാറ്റ് തുടങ്ങിയ ഉപഭോക്താക്കൾക്ക് ഇന്നു മുതൽ ഈ വാട്സപ്പ് ഉപയോഗിക്കാൻ, അത്തരം ഫോണുകളിൽ ഉപയോഗിക്കാൻ സാധിക്കില്ല. ഇത്തരം ഉപഭോക്താക്കൾ ഉണ്ടെങ്കിൽ ഇവർ ഫോൺ നിലവിൽ മാറ്റുകയോ അല്ലെങ്കിൽ പുതിയ വേർഷനിലേക്ക് ഇത് അപ്ഡേറ്റ് ചെയ്യുകയോ വേണം. കിറ്റ്കാറ്റ് അല്ലാതെ മറ്റു വേർഷനുകളിലേക്ക് അപ്ഡേറ്റ് ചെയ്യുകയും വേണം. അതുപോലെ തന്നെ പഴയ iOS 15.1 തുടങ്ങിയിട്ടുള്ള ഉപഭോക്താക്കൾക്കും ഈ വാട്സപ്പ് മെയ് 1-ാം തീയതി മുതൽ ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നും അറിയിപ്പ് നൽകിയിട്ടുണ്ട്. വാട്സപ്പിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ കാരണമാണ് നിലവിലുള്ള ഈ അറിയിപ്പ് എന്നാണ് സൂചന. വാട്സപ്പിൽ ഇപ്പോൾ നിലവിൽ iOS 24.25 തുടങ്ങിയിട്ടുള്ള മോഡലുകളിൽ ഉൾപ്പെടെ ഇപ്പോൾ ഡോക്യുമെൻറ്റുകൾ സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷനും അതുപോലെ തന്നെ റിവേഴ്സ് ഇമേജ് സെർച്ച് ഓപ്ഷൻ ഉൾപ്പെടെയുള്ള പുതിയ കാര്യങ്ങളെല്ലാം മെറ്റ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മെറ്റയിൽ ഇത്തരത്തിൽ കൂടുതൽ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ അവതരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പഴയ വേർഷനുകളിൽ ഇത് വർക്കാകാതെ വരികയും ഇത് കാരണം ഇത് ഉപയോഗിക്കുന്നവർക്ക് നിരവധി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതകളുമുണ്ട്. ഇത് കണക്കിലെടുത്താണ് ഇത്തരം ഉപഭോക്താക്കൾ പുതിയ വേർഷനുകളിലേക്ക് മാറണമെന്ന് വാട്സപ്പ് നേരത്തെ തന്നെ ഒരു മുന്നറിയിപ്പ് കൊടുത്തിരുന്നത്. ഇത് കാരണം ഇന്ന് സാംസങ് ഉൾപ്പെടെയുള്ള നിരവധി ജനപ്രിയ ബ്രാൻഡുകളിലേക്ക് വാട്സപ്പിന്റെ സേവനം ലഭ്യമാകില്ല. അതുപോലെ ഇതിൽ ഭയപ്പെടേണ്ട ഒരു ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് HTC അതുപോലെ തന്നെ LG തുടങ്ങിയിട്ടുള്ള സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്നവർക്കാണ്. ഇത്തരം സ്മാർട്ട് ഫോണുകൾ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇവരുടെ നിർമ്മാണം പൂർണ്ണമായിട്ടും അവസാനിപ്പിച്ചിരുന്നു. എന്നാൽ സാംസങ്, മോട്ടറോള അതുപോലെ സോണി തുടങ്ങിയിട്ടുള്ള ഫോണുകൾ അവരിപ്പോഴും നിർമ്മാണം തുടരുന്നുണ്ട്. അതുകൊണ്ട് അത്തരം ഉപഭോക്താക്കൾക്ക് അധികം ഇത് ഭയപ്പെടേണ്ടതില്ല. ഈ പഴയ LG അതുപോലെ HTC തുടങ്ങിയിട്ടുള്ള ഫോണുകൾ ഉപയോഗിക്കുന്നവർക്കാണ് ഇത് കൂടുതൽ ഒരു ബാധകമായി വരുന്നത്. സാംസങ് ഉൾപ്പെടെയുള്ള ഫോണുകൾ ഉപയോഗിക്കുന്നവർക്ക് കൂടുതൽ പുതിയ സോഫ്റ്റ്വെയറുകളിലേക്ക് അപ്ഡേറ്റ് ചെയ്യാനും അതുപോലെ പുതിയ ഫോണുകളിലേക്ക് അപ്ഡേറ്റ് ചെയ്ത് മാറാനും കൂടുതൽ എളുപ്പമാണ്. അതുകൊണ്ട് ഇത്തരക്കാർക്ക് ഇത് ഭയപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. 20-ലധികം ഫോണുകളിൽ ഈ ഒരു പുതിയ മാറ്റം അത് ഉടൻ തന്നെ വരുമെന്നാണ് സൂചന. ആപ്പിൾ ഉപഭോക്താക്കൾക്ക് നിലവിൽ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. മെയ് മാസം മുതലായിരിക്കും അതും ആപ്പിൾ iOS 15.1 തുടങ്ങിയിട്ടുള്ള മോഡലുകളിലാണ് ഈ ഒരു കാര്യം അത് ആപ്ലിക്കബിൾ ആവുക. അത് മെയ് മാസം മുതലായിരിക്കും ഇത്തരത്തിൽ ആപ്പിൾ ഉപഭോക്താക്കൾക്ക് സേവനം നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ നൽകിയത്.